KSRTCയുടെ അവസ്ഥ ദയനീയമാണ്. രക്ഷകന്മാർ ജീവനും കൊണ്ടോടുന്ന കാഴ്ചയാണ് കാണുന്നത്. ഏറെ സാധ്യതകളുള്ള ഈ കോർപ്പറേഷനിൽ എന്നും നിറഞ്ഞു നിന്നത് വിവാദങ്ങളും പഴിചാരലുകളും മാത്രമാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ എപ്പിസോഡാണ് ഇപ്പോൾ നടക്കുന്നത്. ആന്റണി രാജു ഒഴിഞ്ഞ സ്ഥാനത്ത് KB ഗണേഷ് കുമാർ എത്തുന്നു. ചില പ്രസ്താവനകൾ നടത്തുന്നു, വിവാദമാകുന്നു. തുടർന്ന് വിദേശയാത്ര കഴിഞ്ഞ് KSRTC CMD ബിജു പ്രഭാകർ തിരിച്ചെത്തുന്നു. പിന്നീട് അവധിയിൽ പ്രവേശിക്കുന്നതായി അറിയിക്കുന്നു. പുതിയ മന്ത്രിയുമായുള്ള അഭിപ്രായ ഭിന്നതയാണ് CMD അവധിയിൽ പോകാൻ കാരണമെന്ന വാർത്തകൾ നിറയുന്നു. ഫെബ്രുവരി 17 വരെയാണ് അവധിയിൽ പ്രവേശിച്ചിരിക്കുന്നത്. വ്യക്തിപരമായ കാരണങ്ങളാലാണ് അവധി എന്നാണ് ബിജു പ്രഭാകറിന്റെ വിശദീകരണം. CMD സ്ഥാനത്ത് നിന്ന് തന്നെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ബിജു പ്രഭാകർ ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയിരുന്നു. എന്നാൽ ഇതിൽ നടപടി ഉണ്ടായില്ല. ഇതേ തുടർന്നാണ് ബിജു പ്രഭാകർ അവധിയിൽ പ്രവേശിച്ചതെന്ന് വാർത്തകൾ പുറത്തു വന്നു. അതിൻ്റെ CMD വിഷയത്തിൽ ഗതാഗത മന്ത്രി തന്നെ രംഗത്തു വന്നു. വെറും 10 ദിവസത്തെ അവധിയിലാണ് ഇപ്പോൾ അദ്ദേഹം പ്രവേശിച്ചിരിക്കുന്നത്. രാജിയുടെ കാര്യം പരിഗണനയിൽ പോലും ഇല്ലെന്നാണ് മന്ത്രി പറഞ്ഞത്. തങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണെന്നും എന്ത് കാര്യം കൊണ്ടാണ് ബിജു പ്രഭാകർ ലീവ് എടുക്കുന്നത് എന്ന് തനിക്ക് അറിയാമെന്നും ഗണേഷ് കുമാർ വിശദീകരിക്കുന്നു. എന്തായാലും മന്ത്രിയും CMDയും തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്നും പ്രശ്നമുണ്ടാകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ചെയ്യുന്നവർക്ക് അല്പം നിരാശ നൽകുന്നതാണ് മന്ത്രിയുടെ വിശദീകരണം. കഴിഞ്ഞ മാസം 28-നാണ് ബിജു പ്രഭാകർ വിദേശത്ത് നിന്ന് തിരിച്ചെത്തിയത്. അതിനുശേഷം ഒരേ ഒരു ദിവസം മാത്രമാണ് അദ്ദേഹം KSRTC ഓഫീസിൽ എത്തിയത്. പിന്നീട് അദ്ദേഹം ഓഫീസിൽ പോകുകയോ ഫയലുകൾ നോക്കുകയോ ചെയ്തിട്ടില്ല. അതേസമയം ഗതാഗത സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം ഓഫീസിൽ കൃത്യമായി എത്തുകയും ചെയ്തിരുന്നു. ഗതാഗത മന്ത്രിയായി ചുമതലയേറ്റതിന് പിന്നാലെ ഗണേഷ് കുമാർ എടുത്ത തീരുമാനങ്ങൾ വിവാദങ്ങൾ ഉണ്ടാക്കിയിരുന്നു. കേരളത്തിൽ ഓടുന്ന ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ലെന്നും ഇനി വാങ്ങില്ലെന്നും ഗണേഷ് കുമാർ അഭിപ്രായപ്പെട്ടിരുന്നു. ഇതടക്കം KSRTCയിലെ നയപരമായ നടപടികളിൽ ഗതാഗത മന്ത്രി ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കുന്നുവെന്നും വിമർശനം ഉണ്ടായിരുന്നു. അധികാരികൾ മാത്രമല്ല, CPM നേതൃത്വത്തിൽ നിന്നും തന്നെ ഈ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇത്രയും എതിർപ്പുകൾ ഉണ്ടായതോടെ മനസ്സുമടുത്ത അദ്ദേഹം ഇനി തീരുമാനങ്ങളോ നിർദ്ദേശങ്ങളോ മുന്നോട്ട് വയ്ക്കില്ല എന്നും പറഞ്ഞിരുന്നു. ഗണേഷ് കുമാർ ചുമതലയേറ്റാൽ ബിജു പ്രഭാകർ സ്ഥാനമൊഴിയും എന്ന അഭ്യൂഹവും പരന്നിരുന്നു. ഇതെല്ലാം ശരിവയ്ക്കുന്ന രീതിയിലാണ് ഇപ്പോൾ അദ്ദേഹം സ്ഥാനമൊഴിയാൻ ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയത്. ഈ കത്ത് ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ പരിഗണനയിലാണ്. അന്തിമ തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന KSRTCയിൽ നിന്ന് സ്ഥാനമൊഴിയുവാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. ഇലക്ട്രിക് ബസ്സുകളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് മന്ത്രിക്ക് ലഭിക്കും മുമ്പ് തന്നെ മാധ്യമങ്ങൾക്ക് കിട്ടിയിരുന്നു. ഇത് സംബന്ധിച്ചുണ്ടായ അനാസ്ഥയിൽ ഗണേഷ് കുമാർ ഉദ്യോഗസ്ഥരെ ശകാരിക്കുകയും വാർഷിക റിപ്പോർട്ട് ചോർന്നതിൽ വിശദീകരണം തേടുകയും ചെയ്തിരുന്നു. ഇത് മാനേജ്മെന്റിന്റെ പിടിപ്പുകേടായാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. ഇലക്ട്രിക് ബസിന്റെ ചെലവും ലഭിക്കുന്ന കളക്ഷനും തമ്മിൽ തട്ടിച്ചു നോക്കുമ്പോൾ KSRTCക്ക് ഇത് നഷ്ടമാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ഗണേഷ് കുമാർ കണ്ടെത്തിയത്. ഈ നിലയിൽ തുടരേണ്ട ആവശ്യമില്ലെന്ന നിലപാട് അദ്ദേഹം എടുത്തതോടെ KSRTC ഉദ്യോഗസ്ഥരുടെ ഇടയിൽ എതിർപ്പും ശക്തമായി. ഇതേ തുടർന്നാണ് കൃത്യമായ കണക്കുകൾ നൽകാൻ KSRTC CMDക്ക് മന്ത്രി നിർദ്ദേശം നൽകിയത്. ബിജു പ്രഭാകർ വിദേശത്തായതിനാൽ ജോയിന്റ് MD പ്രമോദ് ശങ്കറാണ് മന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറിയത്. ഇങ്ങനെ തർക്കങ്ങളും ആരോപണങ്ങളും പടലപ്പിണക്കങ്ങളും കൊഴുക്കുമ്പോൾ ഒരു ചോദ്യം മാത്രം ബാക്കിയാകുന്നു: KSRTCയെ ആര് രക്ഷിക്കും?